സംസ്ഥാനത്ത് കെ സ്റ്റോറുകളായി മാറ്റിയ റേഷൻ കട വഴി ഇനി മുതൽ ബാങ്കിംഗ് ഇടപാടുകളും നടത്താം. ഇതിനുള്ള നടപടികൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. 19 പ്രമുഖ ബാങ്കുകളുമായി സർക്കാർ കരാറിലേർപ്പെട്ടതായാണ് റിപ്പോർട്ട്. റേഷൻ കട മുഖേന അരി, മണ്ണെണ്ണ, ഗോതമ്പ് തുടങ്ങിയവയുടെ വിതരണമാണ് ഇതുവരെ നടന്നിരുന്നത്. എന്നാൽ ഇനി മുതൽ ഇതിൽ മാറ്റം വരികയാണ്. റേഷൻ കട വഴി ഇനി മുതൽ പണവും ലഭിച്ചേക്കും. സംസ്ഥാനത്തെ കെ സ്റ്റോറുകളായി മാറ്റിയ റേഷൻ കടകളിലൂടെ ഇനി ബാങ്കിംഗ് ഇടപാടുകളും നടത്താം. ഇതിനുള്ള നടപടികൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചതായാണ് വിവരം. ഇതിന്റെ ഭാഗമായി 19 പ്രമുഖ ബാങ്കുകളുമായി സർക്കാർ കരാറിലേർപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പദ്ധതി നടപ്പിലായാൽ ഉപഭോക്താക്കൾക്ക് ബാങ്കുകളിൽ പോകാതെ തന്നെ റേഷൻ കടകൾ മുഖാന്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്താം. പ്രാഥമിക ഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരേ സമയം 10,000 രൂപ വരെയുള്ള പണമിടപാടുകളാണ് കെ സ്റ്റോറുകൾ വഴി അനുവദിക്കുക. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ പണമിടപാടുകൾ നടപ്പാക്കാനാവൂ. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം മാറ്റാനുമുള്ള സൗകര്യവും പുതിയ സംവിധാനത്തിലൂടെ ഉണ്ടായിരിക്കും. പണം പിൻവലിക്കുന്നതിന് പുറമെ മിനി ATM, UPI പേയ്മെന്റുകൾ, വിവിധ ബില്ലുകൾ അടയ്ക്കാനുള്ള സൗകര്യം എന്നിവയും കെ സ്റ്റോറുകളായി മാറുന്ന റേഷൻ കടകളിൽ ലഭ്യമാകും. 2200-ലധികം റേഷൻ കടകൾ ഇതിനോടകം തന്നെ കെ സ്റ്റോറുകളായി മാറിയിട്ടുണ്ട്. നിലവിൽ പാസ്പോർട്ട് അപേക്ഷകൾ, ബില്ലടവ്, ആധാർ സേവനങ്ങൾ തുടങ്ങിയവ കെ സ്റ്റോറുകളിലൂടെ ലഭ്യമാണ്. പെൻഷൻ സേവനങ്ങൾ, ഇൻഷുറൻസ് സേവനങ്ങൾ, ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ CSE സേവനങ്ങളെല്ലാം കെ സ്റ്റോർ വഴി ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.